Shalom and blessings, everyone. Welcome back at another episode of Voice of Aleph. ഇന്ന് നമ്മൾ ഹീബ്രു അക്ഷരമാലയിൽ അവസാനത്തെ അക്ഷരമായ ടൗ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ടവിൻ്റെ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത് ക്രൂശ് അല്ലെങ്കിൽ അടയാളം, അതായത് ക്രോസ് ഓർ മാർക്ക് ഓർ സൈൻ ആണ്. പ്രധാനമായ അർത്ഥങ്ങൾ എന്നത് അടയാളം, നിയമം, അതായത് കവനൻറ്റ്, അവസാനത്തേത് കംപ്ലീഷൻ ഓർ എൻഡ്. 22ാമത്തെ അക്ഷരമായ ടവിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 400 ആണ്. പ്രാചീന കാലത്ത് ടവ് എന്നത് ഒരു കുരിശിൻ്റെ രൂപത്തിൽ വരച്ചിരുന്നു. അതിനാൽ ഇത് മാർക്ക്, അടയാളം അല്ലെങ്കിൽ സീൽ, മുദ്ര എന്നും അർത്ഥം വന്നു. ടവ് ഹീബ്രു അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമാണ്. അതിനാൽ പൂർണ്ണത, അവസാനിപ്പിക്കൽ, സമാപനം എന്നർത്ഥവും നൽകുന്നു. ഒരിക്കൽ കൂടി ടവിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ക്രോസ്, മാർക്ക് ഓർ സൈൻ, കവനൻറ്റ്. ടവ് എന്ന അക്ഷരം രൂപമാറ്റങ്ങൾ വന്ന് കാലക്രമേണ എങ്ങനെയാണ് പുതിയ രൂപം ഉണ്ടായതെന്ന് നോക്കാം. അക്ഷരങ്ങളെ പോലെ കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ച് ഏർലി, മിഡിൽ, ലേറ്റ് മോഡേൺ ഹീബ്രുവിൽ മാറി. ഹീബ്രുവിൽ 22 അക്ഷരങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആലേഫ് മുതൽ ടവ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. വെളിപ്പാട് 22:13 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ഹീബ്രുവിൽ അതേ ആശയമാണ് ഐ ആം ദ ആലേഫ് ആൻഡ് ദ ടൗ, അഥവാ ദൈവം തുടക്കവും അവസാനവുമാകുന്നു. ടവ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ടവിൽ നിന്നാണ്. ടവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അടയാളം, മുദ്ര, എന്തെങ്കിലും സീൽ ചെയ്യുക, ഒപ്പ് ഇടുക, അല്ലെങ്കിൽ കവനൻറ്റ്, അതായത് ഉടമ്പടി എന്നൊക്കെയാണ് ആശയം. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ടവ് എന്ന ലെറ്റർ ഇപ്പോൾ കാണുന്ന അക്ഷരത്തിൽ, അതായത് ഒരു ടവ് ആദ്യം ഒരു കുരിശിൻ്റെ രൂപമായിരുന്നു, പിന്നീട് അത് മാറ്റങ്ങൾ സംഭവിച്ച് ഈ ഒരു രൂപത്തിലായി. ഈ രൂപം നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഉടമ്പടികളും കവനൻ്റ്, അതായത് അതുപോലെ കോൺട്രാക്റ്റുകളൊക്കെ, എന്തെങ്കിലും കൽപ്പനകളോ അങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരുന്നത് ഒരു ചുരുളിലോ അല്ലെങ്കിൽ ഉടമ്പടി പുസ്തകങ്ങളിലൊക്കെ ആയിരുന്നു. അതുപോലെയാണ് ഈ അക്ഷരം കാണുമ്പോൾ. ടവിൻ്റെ പിക്ടോഗ്രാഫ് ഒരു കുരിശിൻ്റെ രൂപമായിരുന്നു. അതിനാൽ ഇത് യേശുവിൻ്റെ കുരിശിലൂടെ ലഭിച്ച പുതിയ ഉടമ്പടിയായിട്ടാണിത് സൂചിപ്പിക്കുന്നത്. ഒരു കരാറോ ഉടമ്പടിയോ ഒപ്പുവയ്ക്കുമ്പോൾ ഇടുന്ന മുദ്രയെയും ഒപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്. അതായത് ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ മുദ്രപ്പെടുത്തൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പൂർത്തീകരണം, അവയൊക്കെയാണിത്. അതിനാൽ ടവ് എന്ന അക്ഷരം സമാപനം, ഉറപ്പിക്കൽ, നിയമം എന്ന അർത്ഥവും നൽകുന്നു. യെശയ്യാവ് 44:6 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഹീബ്രുവിലെ ആദ്യത്തെ അക്ഷരമാണ് ആലേഫ്, അതായത് എല്ലാത്തിൻ്റെയും തുടക്കം ദൈവത്തിലാണ്. ആലേഫ് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആലേഫ് എന്നാൽ അധികാരമുള്ള, ശക്തനായ, വഴി നടത്തുന്ന, സംസാരിക്കുന്ന ദൈവം എന്നാണ് അർത്ഥം. ടവ് ഒരു കുരിശു രൂപത്തിലാണ്. അതുപോലെ ദൈവത്തിൻ്റെ അവസാനത്തെ ക്യാരക്ടറാണ് ടവ് എന്ന അക്ഷരവും. ടവ് എന്ന് പറഞ്ഞാൽ കവനൻ്റ്, ഉടമ്പടി, നിയമം എന്നൊക്കെ നമ്മൾ പറഞ്ഞുവല്ലോ. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്. യെശയ്യാ 53 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം തന്നെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതുപോലെ സങ്കീർത്തനങ്ങൾ 119 169 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും ടവിനെക്കുറിച്ച് തന്നെയാണ്. അതിലൊരു വാക്യമാണ്, അവസാനത്തെ വാക്യമാണ്: കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവം മനുഷ്യരോട് ചെയ്ത പുതിയ ഉടമ്പടി കുരിശിലായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ടവിന് ഉടമ്പടി, മുദ്ര, അല്ലെ ഉപ്പ്, അവസാനം, സമാപനം എന്നൊക്കെ അർത്ഥം വരുന്നത്. പഴയ നിയമത്തിൽ ഈ ഭാഷ, അതായത്
ഹീബ്രുവിൽ ഈ ഭാഷ ദൈവം പഠിപ്പിച്ചപ്പോൾ പിക്ടോഗ്രാഫ് രൂപത്തിലാണ് കാണിച്ചു കൊടുത്തതെന്ന് നമ്മൾ പഠിച്ചു. പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും എന്താണെന്ന് പടമായിട്ട്, അതായത് പിക്ചറായിട്ട് ദൈവം അവർക്ക് എഴുതി കാണിച്ചു കൊടുത്തു. പക്ഷെ അതവർക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നമുക്ക് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്ത് വന്ന ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആലേഫ് മുതൽ തൗ വരെയുള്ള എല്ലാ അക്ഷരത്തിനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ക്യാരക്ടർ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചതുകൊണ്ട്, നമ്മളും ഉൾപ്പെട്ടതുകൊണ്ട് നമുക്കും കുരിശിൽ ബന്ധമുണ്ട്. ലൂക്കോസ് 24:44 ഇങ്ങനെ വായിക്കുന്നു: ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കുരിശിൽ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെ കണ്ടപ്പോൾ ആണ് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവിധം അവരുടെ ബുദ്ധിയെ തുറന്നത്. യേശു കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് അവർക്ക് വെളിപ്പെട്ട കാര്യങ്ങളും അവർ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളും അവർക്ക് മനസ്സിലായത്. ആലേഫ് മുതൽ തൗ വരെയുള്ള കാര്യങ്ങൾ ദൈവം അവർക്ക് മുൻപേ കൊടുത്തതാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. യേശു കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് അവർക്ക് മനസ്സിലായത്. അവർക്ക് കിട്ടിയ വെളിപ്പാടുകളും അവർക്ക് കിട്ടിയ ഓരോന്നും ജീവനായിട്ട് അവർക്ക് തോന്നിയത്. ഹീബ്രു അക്ഷരമാലയിലെ ആലേഫ് മുതൽ തൗ വരെ ആദിയും അന്ത്യവും ദൈവം തന്നെയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ആലേഫ് മുതൽ തൗ വരെ ഹീബ്രു അക്ഷരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവസ്വഭാവവും മനസ്സിലാക്കുവാൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Shalom and thanks for watching.